ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ വാങ്ങുന്ന ആളുകളും ഭക്ഷ്യകിറ്റ് കൈപ്പറ്റുന്ന ആളുകളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണത്. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മാർച്ച് 6-ാം തീയതിയോട് കൂടിയിട്ട് ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണം അവസാനിക്കുകയാണ്. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പ്. അതോടൊപ്പം തന്നെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണം, ഇപ്പോൾ ഫെബ്രുവരി മാസത്തെ ഭക്ഷ്യ കിറ്റാണ് വിതരണം ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇതിന്റെ വിതരണം സജീവമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കൊക്കെ ഒട്ടുമിക്ക റേഷൻ കടകളിലും വിതരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, റേഷൻ ഭക്ഷ്യ കിറ്റിന്റെ വിതരണം തുടങ്ങിയ സമയത്ത് തന്നെ എല്ലാ റേഷൻ കാർഡിനും ഇ പോസ്റ്റ് മെഷീനിൽ കിറ്റ് അവൈലബിൾ ആയി കാണിക്കുന്നുണ്ട്. അത് പ്രകാരം എല്ലാ ആളുകൾക്കും വേണമെങ്കിലും റേഷൻ കടക്കാർക്ക് കിറ്റ് വിതരണം തുടങ്ങാവുന്നതാണ്. പക്ഷേ കിറ്റുകളുടെ സ്റ്റോക്ക് റേഷൻ കടയിൽ എത്തുന്നത് വളരെ കുറച്ച് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം വളരെ കുറച്ച് കാർഡുള്ള മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് വിതരണം ചെയ്തു തുടങ്ങിയത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് എല്ലാ റേഷൻ കടകളിലേക്കും സുലഭമായിട്ട് എത്തിയത്. അതിനുശേഷം പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കിറ്റ് വിതരണം സജീവമായി തുടങ്ങുന്നു. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ, അത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് കിറ്റ് സ്റ്റോക്ക് എത്താത്തത് മൂലം ഈ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സംഭവിച്ചേക്കാം. അത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ കടയിൽ വിളിച്ച് കിറ്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് കിറ്റ് വാങ്ങാവുന്നതാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാർച്ച് മാസത്തെ കിറ്റിന്റെ കാര്യമാണ്. മാർച്ച് മാസത്തെ കിറ്റിന്റെ വിതരണം മാർച്ച് 15 ശേഷം തുടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തെ കിറ്റ് വിതരണം നേരത്തെ ആരംഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇലക്ഷൻ പ്രമാണിച്ച് ഇലക്ഷന് മുമ്പായിട്ട് ഏപ്രിൽ മാസത്തെ കിറ്റ് ഏപ്രിൽ മാസം തുടങ്ങുന്ന സമയത്ത് തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അല്ലെങ്കിൽ മാർച്ച് മാസത്തിന്റെ അവസാനം തന്നെ വിതരണം തുടങ്ങാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഇലക്ഷൻ അതൊരു പ്രധാന ഘടകമാണ്. അതിന്റെ മുമ്പ് കിറ്റ് ഒരു ചർച്ചയായി നിൽക്കാൻ വേണ്ടി തന്നെ അതിനു മുമ്പ് വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ ഒരു നിഗമനം മാത്രമാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയാണ് റേഷൻ വാങ്ങുന്ന ആളുകളോട് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വരുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.